പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 25-ാം തീയതി ആമേൻ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്. ഇന്നത്തെ മീറ്റിംഗെല്ലാം നമ്മളെ അനുഗ്രഹമാക്കി തീർത്തു. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗദുഃഖങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കൂടെയിരുന്നു. അവൻ നടത്തിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം അത്ഭുതമായി നമ്മളെ നടത്തിയ കർത്താവിന് കരമുയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മളെ കരുതിയത്. നല്ല ഉറക്കം തന്നില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? കൈകളെ ഉയർത്തിയിട്ട് കർത്താവിനോട് പറ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ പകൽക്കാലം നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം. കൈപിടിച്ച് നമ്മളെ നടത്തുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ലോകത്തിൽ ആമേൻ കർത്താവ് നമ്മളെ കൈപിടിച്ച് ആമേൻ അത്ഭുതമായി നടത്തുന്നു ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. 92-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലങ്കയും കർത്താവിൻ്റെ വിശുദ്ധ ഭുജവും കർത്താവിന് ജയം നേടിയിരിക്കുന്നു. ആമേൻ. യഹോവ തൻ്റെ രക്ഷ അറിയിച്ചും ജാതികൾ കാണെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. ആമേൻ. 4-ാമത്തെ വാക്യം, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാണ് പ്രാർത്ഥനയ്ക്കായിട്ട്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രഭാതം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിന് സ്തോത്രം. അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അപ്പം അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് അങ്ങയുടെ പ്രത്യേക ആമേൻ കൃപയുണ്ടാകണമേ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി അവർ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ പൂർണ്ണമായ വിടുതൽ പ്രാപിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വഴി തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. അവർക്ക് തലമുറയെ കൊടുത്ത് അബ്രഹാമിനും സാറയ്ക്കും കൊടുത്തതുപോലെ കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവെ, ഇന്ന് ഈ ശബ്ദം അവരുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവശബ്ദം മുഴങ്ങട്ടെ. ആ ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ, അവൻ ദൈവിക ഉയർച്ചകൾ പ്രാപിക്കട്ടെ. നാളുകളായി ഒരു പൊസിഷനിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഒരു പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ ഒന്നുമില്ലാതെ ഒരേ പൊസിഷനിലിരിക്കുന്നവർ, ഇന്ന് പ്രഭാതം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ആ അവസ്ഥയ്ക്ക് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാ തടസ്സങ്ങളും, ജോലിയിൽ മുന്നേറുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോലിയിൽ മുന്നേറുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും അവരിൽ നിന്ന് മാറി നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോലിയിൽ മുന്നേറ്റമുണ്ടാകട്ടെ, പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സാലറിക്കകത്ത് ഇൻക്രിമെൻറ്റുകൾ ഉണ്ടാകട്ടെ. ദൈവിക വർധനവ് അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. ആമേൻ. ആരെന്നേക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ വേദപുസ്തകം പറയുന്നല്ലോ, അങ്ങ് ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തും. ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ആ ഉയർച്ച യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അവർ ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്നു, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാതെ, അവരുടെ എക്സ്പീരിയൻസ് നോക്കാതെ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ വചനം പ്രവർത്തിക്കട്ടെ. ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുമെന്നുള്ള തിരുവെഴുത്ത് പ്രകാരം ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ,
ലോകത്തെമ്പാടും അങ്ങനെ വേല ചെയ്യുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ വേലയിൽ ദൈവിക മഹിമ വെളിപ്പെടണം, ഒരു ഉണർവുണ്ടാകണം. അതുകൂടാതെ ഞങ്ങൾ ഒരു കർത്താവ് നാളത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായി സഭായോഗം നടക്കുമ്പോൾ വലിയ അനുഗ്രഹമായി തീരട്ടെ. സൈനസൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ആമേൻ, എപ്പോഴും തുമ്മലും എപ്പോഴും മൂക്കടപ്പും എപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കൊടുത്തതിനെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവവചനമെന്ന് പറയുന്നത്, ആമേൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ എന്ത് ചെയ്യണം? ധരിച്ചു കൊള്ളണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. എന്താണ്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്. ദൈവം നമ്മളെ വിളിച്ചത് മുന്നേറുവാനാണ്. ദൈവം നമ്മളെ വിളിച്ചത് ഉയർച്ച പ്രാപിക്കുവാനാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കാഴ്ചത് പിശാചിൻ്റെ തന്ത്രങ്ങൾ. അപ്പോൾ ദൈവം നമ്മളെ ഉയർച്ച പ്രാപിപ്പാൻ വിളിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിച്ചു, ദൈവം നമ്മളെ മുന്നോട്ട് പോകാനാണ് വിളിച്ചത്. എന്നാൽ പിശാചിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിളിച്ചതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളെ കൊണ്ടുപോകണം. അതായത് നമ്മൾ ഉയർച്ച പ്രാപിക്കരുത്, ദൈവിക അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കരുത്, ദൈവിക സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ മക്കൾ ആ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവരായിരിക്കണം. ആമേൻ. പിശാച് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളുണ്ട്, അല്ലെങ്കിൽ സ്കീമുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഭയമാണ്. ആമേൻ. നമ്മുടെ മനസ്സിൽ ഭയം കൊണ്ടുവരും. അയ്യോ, ഓരോ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ചിലർക്ക് മനുഷ്യഭയമാണ്, ചിലർക്ക് രോഗഭയമാണ്, ചിലർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്, ചിലർക്ക് അയ്യോ ഇന്ന രോഗം എനിക്ക് വരുമായിരിക്കുമോ എന്നുള്ള ഭയമാണ്, ചിലർക്ക് അയ്യോ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം. ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങൾ ആമേൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇനാക്റ്റീവായി പോകും. നമുക്ക് മുന്നോട്ട് ഓടാൻ പ്രയാസമായിട്ട് വരും, നമുക്ക് ജയിക്കാൻ പ്രയാസമായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭയം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ബലഹീനമാകും, നമ്മുടെ മനസ്സ് ബലഹീനമാകും, നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് പ്രയാസം വരും. അപ്പോൾ ഇതൊരു തന്ത്രമാണ്. അതിനെ നമ്മൾ തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ലോകാവസാനത്തോളം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ഭാവി എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ പിശാച് കൊണ്ടിരുന്ന ഭയത്തെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അതിനെ ജയിക്കണം. ഏതെങ്കിലും രീതിയിൽ ഭയം മനസ്സിലോട്ട് കയറി വരുമ്പോൾ അതിനെ എഗനിസ്റ്റായിട്ട്, അല്ലെങ്കിൽ അതിനെതിരായിട്ട് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പറയേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ നമ്മൾ ആ വചനത്തിനകത്ത് ഉറപ്പിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനകത്ത് ആ ഭയം പുറത്താക്കി കളയത്തക്ക വിധത്തിൽ ദൈവവചനത്തെ നിറയ്ക്കണം. അപ്പോഴേ നമുക്കതിനെ ജയിക്കാൻ കഴിയുള്ളൂ. ഒരാൾ ഭയപ്പെട്ടിരുന്നാൽ ഇപ്പം അങ്ങ് ഉള്ളിലൊരു സംശയമാണ്, അയ്യോ ഈ രോഗം ഇനി ആ രോഗമാണോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ ഇനി എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു വഴിതെറ്റി പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ ആ പിശാച് കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭയത്തെ ദൈവവചനം കൊണ്ട് നേരിടണം. ദൈവവചനം പറഞ്ഞ് അതിനകത്തു നിന്ന് നമ്മൾ പുറത്തു വരണം. അപ്പോൾ നമുക്കതിനകത്ത് ജയാളികളാകാൻ കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഭയം പിശാചിൻ്റെ തന്ത്രമാണ്. ജയിക്കുവാൻ ദൈവവചനം ഉപയോഗിക്കണം. അപ്പോൾ അടുത്ത ഓർഡറാണ് നിരാശ. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും സ്നേഹമില്ല, എന്നെ എല്ലാവർക്കും ദേഷ്യമാണ്, എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ശരിയല്ല, എൻ്റെ പഠിത്തം ശരിയായില്ല, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള നിരാശ കൊണ്ടുവരും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു, അവിടെയും നമ്മൾ ദൈവവചനം ഉപയോഗിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. കർത്താവ് ഒരാളെ ഉയർത്തുന്നത്, കർത്താവ് ഒരാളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ ദരിദ്രനെ കർത്താവ് പൊടിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ മതിയായവൻ. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ട് ഒരു മൂലയ്ക്ക് കിടക്കുകയല്ല വേണ്ട, നമ്മൾ ദൈവവചനം പറഞ്ഞ് ജയിച്ചു മുന്നേറണം. ദൈവവചനം ശബ്ദമുയർത്തി നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ പറയുമ്പോൾ അവിടെ നമുക്ക് ജയമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിരാശ മാറിപ്പോകും. അതുപോലെ തന്നെ പല 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 രീതിയിൽ, അതുപോലെ ഇപ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തുക. അപ്പോൾ സമാധാനമില്ലാതിരുന്നാലും നമ്മൾ ഇനാക്റ്റീവായി പോകും. ഭാര്യയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക, ഭർത്താവിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക, മാതാപിതാക്കളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക, ജോലി സ്ഥലത്ത് ബോസിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ, പലതരത്തിൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ എന്നാ പറ്റും? നമ്മുടെ സമാധാനം കെടും. നമ്മുടെ സമാധാനം പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഒരു സന്തോഷമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നേറും? അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിശാചിനോട് എതിർത്ത് നിൽക്കണം. അയ്യോ ഭാര്യയല്ല പ്രശ്നം, ഭർത്താവല്ല പ്രശ്നം,
അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ കമ്പനിയിലെ ബോസ് അല്ല പ്രശ്നം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ ശല്യപ്പെടുത്താൻ നോക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്താൻ നോക്കുന്ന പൈശാചിക ഇൻഫ്ലുവൻസുകളുണ്ട്. അതിനെ നമ്മൾ ശാസിക്കണം. എപ്പോഴും നമ്മുടെ കുറ്റം പറയുക, എപ്പോഴും നമ്മളെ വിമർശിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് എതിരായിട്ട് പറയുക, എപ്പോഴും നമ്മളോട് ദേഷ്യപ്പെടുക, ഇതൊന്നും ദൈവീകമല്ല, ഇതൊക്കെ പൈശാചികമാണ്. അപ്പം അതിനെ എന്ത് ചെയ്യണം? ആ വ്യക്തിയിൽ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. അപ്പം നമുക്ക് വ്യക്തിയോടല്ല വൈരാഗ്യം ഉണ്ടാകേണ്ടത്. ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പൈശാചിക ശക്തിയെ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ ബന്ധിക്കുമ്പോൾ ആ വ്യക്തി സ്വതന്ത്രമാകും. അപ്പം നിങ്ങൾക്കെതിരെയുള്ള വാക്കുകൾ നിർത്തും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ പിശാചിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ മുന്നേറാൻ പറ്റും. നമ്മളിത് കണ്ട് തളർന്ന് അയ്യോ എല്ലാം പോയി എന്നുള്ള രീതിയിലിരുന്നാൽ നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നാം പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല, അറിഞ്ഞ് അതിനെ ജയിച്ചു മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു. ഏറ്റവും എളുപ്പ വഴി ജയിക്കാൻ, ആ എന്ത് പ്രശ്നം കൊണ്ടിരുന്നോ അതിനെതിരായി ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു ആ വചനം വായികൾ തുറന്ന് പറഞ്ഞ് ജയിക്കുക എന്നുള്ളതാണ്. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. ആമേൻ. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.